വനം റവന്യൂ വകുപ്പുകളിലെ ചില ജീവനക്കാർ LDF സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുന്നതായി സംശയിക്കേണ്ടി വരുമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. LDF നേതൃത്വത്തിൽ വണ്ണപ്പുറം വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി തൊമ്മൻകുത്തിൽ കുരിശു പൊളിച്ച വനംവകുപ്പ് നടപടിക്കെതിരെയും വനംവകുപ്പിന് അനുകൂലമായി DFOയ്ക്ക് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതിനെതിരെയുമാണ് LDF നേതൃത്വത്തിൽ വണ്ണപ്പുറം വില്ലേജ് ഓഫീസിലേക്ക് സമരം സംഘടിപ്പിച്ചത്. കുടിയേറ്റ കൃഷിക്കാർക്ക് പട്ടയം നൽകാനുള്ള LDF സർക്കാരിന്റെ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ചെറുക്കുക, പട്ടയ നടപടി വേഗത്തിലാക്കുക, മുണ്ടൻമുടി നാരുങ്ങാനം മേഖലയിൽ കൃഷിക്കാർക്ക് നേരെ വനംവകുപ്പിന്റെ അനാവശ്യ ഇടപെടൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു LDF മാർച്ച്. LDF സർക്കാരിന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് സമരം ഉദ്ഘാടനം ചെയ്ത CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ആനയാടിക്കുത്ത്. അപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പതുക്കെ ആനയാടിക്കുത്തിലേക്കൊന്ന് കയറണമെന്ന് താല്പര്യം, മനസ്സിലായോ? അതാണ് ലക്ഷ്യം. അവിടെ കയറാൻ വേണ്ടിയാണ്. അത് കൃഷിക്കാരന്റെ കൈവശം ഇരിക്കുന്നതിന് അവരത് ചെയ്യട്ടെ, ടൂറിസം സാധ്യത എടുക്കട്ടെ. അതിന്റെ പിന്നിലെന്താ? ഇതേതോ വിധത്തിൽ ഇടപെട്ട് കേരളത്തിലെ ഇന്ന് കേരളം കണ്ട ഏറ്റവും വിശാലമായ വീക്ഷണമുള്ള ടൂറിസം മന്ത്രി സഖാവ് മുഹമ്മദ് റിയാസിന്റെ മേഖല ഇതാരാണ് പഠിച്ചെന്നറിയില്ല. അദ്ദേഹം അതെടുത്തിട്ട് അദ്ദേഹത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടു, ടൂറിസം മേഖല സംരക്ഷിക്കാൻ. അപ്പൊ ആ പ്രദേശം ലോക ശ്രദ്ധിക്കപ്പെടുന്നതായി. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ടൂറിസ്റ്റുകൾ വരും. ആ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ആ ഭൂമി കൈവശമുള്ള കൃഷിക്കാരന്റെ കൈവശമാണ്, അവിടെ ഇരിക്കട്ടെ. അതല്ലെങ്കിൽ വനം വകുപ്പിന്റെ കൈവശമാണ്, പരിഹാരം ഉണ്ടാവല്ലോ. അതിന്റെ പിന്നിൽ ആ ടൂറിസം മേഖലയെ കണ്ണുവെച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന കൂടാതെ ഒന്ന്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരായി വനംവകുപ്പ് മാറിയെന്നും വനവകുപ്പിന് അർഹതയില്ലാത്ത സ്ഥലങ്ങളിൽ അവകാശം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. ചട്ടമുണ്ടാക്കാൻ ഈ മേവാസത്തോടു കൂടി ആ ചട്ടം നിലവിൽ വരുന്നതോടുകൂടി ഇടുക്കി ജില്ലയിൽ എല്ലാവിധമായ ഭൂപ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. ആ പരിഹാരം ഉണ്ടാക്കുന്ന സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സൽപ്പേരിനെ തകർക്കാൻ കപട പരിസ്ഥിതിവാദികളുമായി ഒത്തുചേർന്നുകൊണ്ട് ഏതാനും വില്ലേജ് ഓഫീസർമാരും വില്ലേജ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഒരു വിഭാഗം ആളുകൾ ഇടുക്കി ജില്ലയിൽ ആസൂത്രിതമായി നടക്കുന്ന നിയമത്തിന്റെ ഭാഗമായിട്ടാണ് മുണ്ടമ്പടി പ്രദേശത്തെ പുതിയ സംഭവവികാസത്തിലേക്ക് എത്തിയത്. വില്ലേജ് ഓഫീസർ DFOയ്ക്ക് റിപ്പോർട്ട് നൽകിയത് നിയമവിരുദ്ധമാണ്. ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളുമായി LDF സർക്കാർ മുമ്പോട്ടു പോകുന്ന സാഹചര്യത്തിൽ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്ന് CV വർഗീസ് പറഞ്ഞു. കൈരളി ന്യൂസ്, ഇടുക്കി.